ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു വെറൈറ്റി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്കിനെ ഉണ്ടാക്കിയിട്ട് എടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചാനലും കൂടെ മറക്കരുത്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ കസ്കസ് കുതിർത്തെടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഈ ഒരു കസ്കസ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നല്ലോണം അതൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇനി വേറൊരു ബൗൾ എടുത്തതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഏത് ഫ്ലേവറിൻ്റെ വേണമെങ്കിലും കസ്റ്റാർഡ് പൗഡർ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് പാലോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇത് രണ്ടും റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള കാരമൽ സിറപ്പ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ പരത്തിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് പെട്ടെന്നൊന്ന് ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത്. അടുപ്പ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് കളറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു പഞ്ചസാര നമുക്ക് നല്ലോണമൊക്കെ ഒന്ന് കാരമൽ ചെയ്തിട്ട് എടുക്കാം. ഒരു കാരമൽ സിറപ്പ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് വേറൊരു പണിക്കും നിൽക്കരുത് കേട്ടോ. ഇതിങ്ങനെ ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. പെട്ടെന്ന് കരിഞ്ഞു പോകുന്നൊരു സംഭവമാണ് കേട്ടോ. ഇത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ഡ്രിങ്ക് കുടിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും സാധനങ്ങളൊക്കെ വേസ്റ്റ് ആവും. ഡ്രിങ്കിന് നല്ല കയ്പ്പായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു കാരമൽ സിറപ്പ് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കളറാക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കപ്പോളം ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ആകെ കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും ആ ഒരു കട്ടകളൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു കട്ടകളൊക്കെ ഉള്ളതൊക്കെ നല്ലോണമൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. ഒരുപാട് ചൂടാറേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ നല്ല ചൂടുള്ള ഈ ഒരു കാരമൽ സിറപ്പിലോട്ട് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞ് പോയ പോലെ ഉണ്ടാവും. ഇപ്പോൾ ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ചൂടാറേണ്ട ആവശ്യമില്ല. നല്ലോണമുള്ള ആ ഒരു ചൂടുണ്ടാവില്ല. അതൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് പിന്നെ നമുക്ക് ഈ ഒരു പാലൊന്ന് തിളപ്പിച്ചിട്ട് കൂടെ എടുക്കാം കേട്ടോ. പാലൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരയ്ക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഞാനിതിലേക്ക് പാക്കറ്റ് പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കാച്ചാത്ത പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ തിളപ്പിച്ച പാൽ ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടുള്ള നല്ല തണുത്ത പാലുണ്ടല്ലോ, അതൊന്നും ഒഴിച്ച് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ആ ഒരു പിരിഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം വരും കേട്ടോ. ഇതിപ്പോൾ അതേ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പാലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ നേരത്തെ ഒരു 1/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ മെൽറ്റ് ചെയ്യണ സമയത്ത്. അത് ഈ ഒരു ഡ്രിങ്കിന് മധുരമൊന്നും കൊടുക്കില്ല കേട്ടോ. നല്ലൊരു കളറും പിന്നെ നല്ലൊരു ഫ്ലേവറാണ് കൊടുക്കുക. മധുരം കൊടുക്കില്ല കേട്ടോ. അപ്പോൾ മധുരത്തിനായിട്ടാണ് നമ്മൾ പഞ്ചസാര വീണ്ടും ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കാം. കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്നൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും. നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ചെറുതായിട്ടൊക്കെ ഒന്ന് തിക്കായിട്ട് വരാനൊക്കെ ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് വളരെ കുറച്ച് മാത്രമാണ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് കാരണം ഇത് പെട്ടെന്ന് ഇങ്ങനെ അധികം ഇങ്ങനെ കട്ടിയായിട്ടൊന്നും പോവില്ല കേട്ടോ. ഇത് നമ്മളൊരു ഡ്രിങ്ക് ആയിട്ടല്ല തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ കുറച്ചിങ്ങനെ വെള്ളം പോലെയാണ് കേട്ടോ ഇത് വേണ്ടത്. ചെറുതായിട്ടൊക്കെ ഒന്ന് തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കായിട്ടൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇത് നമ്മൾ കൂടുതൽ നേരം നമ്മളിതിങ്ങനെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ തിക്കായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇത്ര മതി. നമുക്കിതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നല്ലോണം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഒന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ഒന്നും കൂടെ തിക്കായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനത് വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇതിൽ തന്നെ വേണമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനിത് വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഒരു വൃത്തിയൊക്കെ വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് വേറൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ അത് അരിച്ചിട്ടൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനത് അരിച്ചിട്ടൊന്നും ഒഴിച്ച് കൊടുക്കണില്ല. ഇത് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഏറ്റവും ആദ്യം കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു കസ്കസ് ഉണ്ടല്ലോ, അത് കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് ഐസ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു.
ഒരു വെറൈറ്റി ടേസ്റ്റുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായിട്ടും ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഡ്രിങ്കാണ്. ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സൊക്കെ വിതറി കൊടുക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നട്ട്സ് ഉണ്ടായിരുന്നില്ല, കുറച്ച് സീഡുകളൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ പംകിൻ സീഡും പിന്നെ കുറച്ച് വെള്ളരിയുടെ സീഡൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്